Greetings and welcome back to Brown Girl. നമ്മൾ ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് വെജിറ്റേറിയൻ ആണ്. അതായത് 3 വെജിറ്റബിൾസ് കൊണ്ടിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് ചോറ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ഉരുളക്കിഴങ്ങുണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്. എല്ലാം കുറച്ച് വലിപ്പമുള്ള സൈസിൽ കട്ട് ചെയ്യുക. നമ്മൾ വെജിറ്റബിൾ എടുക്കുമ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണം. എന്തോരം പൊട്ടറ്റോ എടുക്കുന്നോ അതനുസരിച്ച് വെണ്ടയ്ക്കയും വഴുതനങ്ങയും എടുക്കുക. അതുപോലെ തന്നെ ഉള്ളിയും കുറച്ചധികം. ഞാനിവിടെ 2 വലിപ്പമുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചധികം പച്ചമുളകുണ്ട്. കാരണം നല്ല എരിവ് വേണം. എന്നാൽ ഇതിൽ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് തന്നെയാണ്. അപ്പോൾ പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം വെളുത്തുള്ളിയും മുഴുവനോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. ഇതൊരു വെറൈറ്റിയാണ്, നല്ല രുചിയാണ് കഴിക്കാൻ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറച്ചധികം വഴറ്റിയെടുക്കുക. നമ്മളുടെ കൊച്ചി നേവൽ ബേസിലൊക്കെ അന്ന് ഒത്തിരി പഞ്ചാബീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള പരിചയത്തിന്റെ പേരിലാണ് എൻ്റെ മമ്മിയുടെ അമ്മച്ചി ഇതൊക്കെ പഠിച്ചെടുത്തത് കേട്ടോ. അവിടെ നിന്ന് എൻ്റെ മമ്മിയും പഠിച്ചു. നമ്മൾ സബോള, വെള്ളുള്ളി, പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയും വെള്ളുള്ളിയൊക്കെ വേണോ, അത്രയും വേണോ അതിന്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. വെജിറ്റബിളിൻ്റെ ആവശ്യത്തിനുള്ള കൂടി ഇടുകയാണ്. അപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും. ഇതിലിപ്പോൾ പൊട്ടറ്റോയാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്. അതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് ആവും. എന്താ പറയുക, 2 മിനിറ്റ് ഉരുളക്കിഴങ്ങ് ഇതെന്തോട്ടെ. അതിനുശേഷം നമ്മൾ അടുത്തത് വെണ്ടയ്ക്ക ഇടുകയാണ്. എണ്ണയിലൊന്ന് വെണ്ടയ്ക്കൊന്ന് മുട്ടിക്കുകയാണ്. കാരണം അതിൻ്റെ ആ വഴുവഴുപ്പൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ഇത് മാറാൻ വേണ്ടിയിട്ട് എണ്ണയിലൊന്ന് ടച്ച് ചെയ്യുകയാണ് വെണ്ടയ്ക്ക. ഒത്തിരി നേരമൊന്നും വെണ്ടയ്ക്ക് വേവിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ തടവാൻ വേണ്ടിയിട്ട് എണ്ണയിലൊന്ന് മുട്ടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അത് നമ്മളുടെ ഈ വഴുതനങ്ങ അങ്ങോട്ട് കാണാൻ നല്ല കളർഫുള്ളല്ലേ. നമ്മളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണിത്. കുറച്ച് നേരം മൂടി വയ്ക്കാം. എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരിലേക്ക് ഇതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. എൻ്റെ എല്ലാ ഫ്രണ്ട്സും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വെന്തിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ വെന്തിട്ടുണ്ട് തോന്നുന്നു. നമുക്ക് തുറന്നു നോക്കാം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എൻ്റെ വീഡിയോയിൽ വന്ന് എനിക്ക് ഇതിൻ്റെ ഒരു അഭിപ്രായം തരണം കേട്ടോ. ഞാൻ നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ആണ്. 3 ഐറ്റംസ് ഉണ്ട്. ബ്രിഞ്ചോളുണ്ട്, വെണ്ടയ്ക്കുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ. സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാല്യുബിൾ കമൻസ് ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.